മുന്നണി മാറ്റം സംബന്ധിച്ച് കേരള കോൺഗ്രസ് എമ്മിൽ ആശയക്കുഴപ്പമെന്ന് ഞങ്ങളുടെ രാഷ്ട്രീയ നിരീക്ഷകൻ പറയുന്നു. UDF പ്രവേശത്തെ പാർട്ടിയിലെ ഭൂരിപക്ഷം നേതാക്കളും അനുകൂലിക്കുന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ, പ്രമോദ് നാരായണൻ MLA, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ഇതിനെ എതിർക്കുന്നത്. 24 ബ്രേക്കിംഗ് ന്യൂസുമായി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് R. ശ്രീജിത്ത് തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശരിക്കും ഒരു ചേഞ്ച് വേണമെന്ന് ഇവരുടെ മനസ്സിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ പ്രമോദ് നാരായണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ എതിർക്കാനുള്ള പൊളിറ്റിക്കൽ ലോജിക്ക് എന്താണ്? ഗുഡ് മോർണിംഗ്. കേരള കോൺഗ്രസ് എം മുന്നണി വിടണം, അതായത് UDFിലേക്ക് മടങ്ങണം എന്നുള്ള ആവശ്യം പാർട്ടിക്കകത്ത് വളരെ ശക്തമാണ്. കേരള കോൺഗ്രസ് എമ്മിലെ ഭൂരിപക്ഷം ആളുകളും മുന്നണി മാറ്റത്തെ, അതായത് UDFിലേക്കുള്ള മടങ്ങിപ്പോക്കിനെ അനുകൂലിക്കുന്നു. UDF ആണ് സ്വാഭാവികമായും കേരള കോൺഗ്രസ് എമ്മിന് യോജിക്കാവുന്ന ഒരു നാച്ചുറൽ അലൈ എന്ന നിലയിൽ UDF ആണ് എല്ലാവരും തിരഞ്ഞെടുക്കുന്നതെന്നാണ് ഈ മാറ്റത്തെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാരണം. ഇടുക്കി ജില്ലാ പ്രസിഡന്റും ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രിയായ റോഷി അഗസ്റ്റിനും റാന്നി MLA ആയ പ്രമോദ് നാരായണനും മാത്രമാണ് ഇപ്പോൾ മുന്നണി പ്രവേശത്തെ, അതായത് മുന്നണി മാറ്റത്തെ എതിർക്കുന്നത്. ഇവർക്ക് മാത്രമാണ് ഇതിനോടുള്ള എതിർപ്പ്. ഈ റോഷി അഗസ്റ്റിൻ ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിയാണ്. അപ്പോൾ മന്ത്രിയായിരുന്നുകൊണ്ടുള്ള ഒരു മാറ്റത്തെ, മുന്നണി മാറ്റത്തെ റോഷി അഗസ്റ്റിൻ അതിനോട് വൈമുഖ്യമുണ്ട്. അതാണ് അദ്ദേഹം അതിനെ എതിർക്കാനുള്ള കാരണം. എന്നാൽ ഇപ്പോൾ പ്രമോദ് നാരായണന് റാന്നിയിൽ നിന്ന് ഇടതുപക്ഷ MLA ആയിട്ട് വിജയിച്ച ആളാണ്. അപ്പോൾ ഇനി അവിടെ നിന്ന് മുന്നണി മാറിയാൽ തന്നെ സാധ്യതകളെ ബാധിക്കുമെന്ന ആശങ്ക പ്രമോദ് നാരായണനുമുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് UDFിലേക്കുള്ള മാറ്റത്തെ പ്രമോദ് നാരായണനും ഒപ്പം തന്നെ റോഷി അഗസ്റ്റിനും ഇടുക്കി ജില്ലാ പ്രസിഡന്റ്, അത് റോഷിയുടെ അനുകൂലിയാണ്, എതിർക്കുന്നത്. ഇതോടൊപ്പം ഇങ്ങനെ 2, 3, 4 ആളുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും UDFിലേക്ക് മടങ്ങണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നവരാണ്. കഴിഞ്ഞ തിരുവനന്തപുരത്ത് നടന്ന ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃയോഗത്തിൽ റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള ഒരു വാക്പോരുകൾ നടന്നിരുന്നു. അതായത് മുന്നണി മാറ്റത്തുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കണം എന്നുള്ള ആവശ്യം മറ്റ് നേതാക്കൾ ഉന്നയിച്ചപ്പോഴാണ് റോഷി അഗസ്റ്റിൻ തന്നെ എതിർപ്പ് അറിയിച്ചത്. പിന്നീട് ഇതേ തുടർന്ന് ചെറിയ തോതിലുള്ള ചൂടേറിയ വാഗ്വാദങ്ങളും മറ്റും ഈ കമ്മിറ്റിയിൽ നടന്നു എന്ന വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും 16-ാം തീയതി കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃയോഗം ചേരുകയാണ്. ഈ നേതൃയോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം മുന്നണി മാറ്റമായിരിക്കും. എന്നാൽ മുന്നണി മാറ്റം ഇപ്പോഴും സംഭവിക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിലും പറയാൻ കഴിയില്ല. കാരണം മുന്നണി മാറാനുള്ള ഒരു യുക്തിഭദ്രമായ കാരണം രൂപപ്പെടണം, ഒരു രാഷ്ട്രീയ കാരണം രൂപപ്പെടണം. മറ്റൊന്ന്, മുന്നണി മാറ്റം മാറി UDFിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സമയക്കുറവ്. ഇപ്പോൾ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മോഡിലേക്ക് രാഷ്ട്രീയം മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് UDFിലേക്ക് എത്തി വീണ്ടും ഒരു റീഅലൈൻമെൻറ്റ് സാധ്യമാകുമോ എന്ന തരത്തിലുള്ള ആശങ്കയുണ്ട്. ഒപ്പം തന്നെ ഒരു രാഷ്ട്രീയ കാരണമില്ല. ഈ രണ്ട് കാരണങ്ങളിൽ തട്ടിയാണ് കേരള കോൺഗ്രസ് എമ്മിലെ ആശയക്കുഴപ്പം തുടരുന്നത്. ഇപ്പോൾ ഈ പ്രമോദ് നാരായണൻ്റെയും റോഷി അഗസ്റ്റിൻ്റെയും എതിർപ്പ് അവഗണിച്ച് മുന്നോട്ട് പോയാൽ അത് പാർട്ടിയിൽ പിളർപ്പുണ്ടാക്കുമെന്ന ആശങ്കയാണ് ജോസ് കെ മാണിക്ക് പ്രധാനമായും ഉള്ളത്. ഓക്കെ, താങ്ക് യു R. ശ്രീജിത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.